അങ്ങനെ നമ്മളിവിടെ ഇങ്ങനെ വണ്ടി നിർത്തിക്കാണ് കേട്ടാ. സാധനങ്ങളൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇവര് 3 പേരും മഹാരാഷ്ട്രയിൽ നിന്ന് വന്നാണ് കേട്ടാ. ഇവര് നമ്മളെ ഭയങ്കര കമ്പനി കേട്ടാ. കാരണം ഭയ്യ माजिद जगह महाराष्ट्र। हाँ ओके। नाम क्या है? शेख मतीन। महाराष्ट्र। मतीन रजा। महाराष्ट्र। हाँ महाराष्ट्र। ओके ओके ओके। नाम? इरफान पठान। इरफान तेलंगाना। हाँ ओके 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 ब्रो। एस ब्रो गाइस हमारे मोहम्मद शेयर करो फॉलो करो गाइस। ये आंध्र प्रदेश में नेल्लूर में है भाई हमारे आ चुके हैं हम तक। भाई का सबसे बड़ा धन्यवाद। ഓല് റൂട്ട് മാപ്പും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരിക്കണേ. എന്നിട്ട് നമ്മളെ അടുത്ത് ഇങ്ങനെ വന്ന് സംസാരിക്കണേ. നെല്ലൂര് ദർഗൻ്റെ അടുത്താണ് കേട്ടോ. നമ്മളെ സാധനങ്ങളൊക്കെ ഇതാ ഇങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് കാണിച്ചു തരാം. ഇപ്പോൾ മൊത്തം വണ്ടി കാലിയാണ് കേട്ടോ. ഉള്ളു മൊത്തം ഫ്രണ്ടേജ് ഇതുപോലെയാണ്. നമ്മൾ തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഫ്രണ്ടിൽ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ബാക്ക് ഇതുപോലെയാണ് കേട്ടോ. കാലിയായിട്ട് കണ്ടില്ലേ? മൊത്തം സീറ്റ് മൊത്തം ഒഴിവാക്കിയപ്പോൾ ഇതുപോലെ ഉണ്ട് കിടക്കുന്നത്. അപ്പോൾ നല്ല ഈച്ചൻ്റെ പ്രശ്നമുണ്ട് കേട്ടോ. പിന്നെ അതാ സാധനങ്ങൾ കുറേ മേലേക്ക് വെച്ചിട്ടുണ്ട്. പുതപ്പ്, ബെഡ്ഷീറ്റ്, മെട്രിക്സ്, പിന്നെ നമ്മളെ ഡ്രസ്സ് വെച്ചിട്ടുള്ള ബാഗ് കാര്യങ്ങൾ, പിന്നെ ടെൻറ്റ് കാര്യങ്ങൾ, ഇതൊക്കെ അതിൻ്റെ മേലെ ഉണ്ടാ. പിന്നെ ഉള്ള സാധനങ്ങൾ ഇതാണ്. ഇത് നമ്മളെ അടിയിലിടുന്ന ചവിട്ടിൻ്റെ അവിടെ ഇടുന്നതാണ്. ചളി കാര്യങ്ങളൊന്നും ആവാതിരിക്കാൻ അപ്പോൾ കഴുകി വെച്ചാണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം ഇതാണ് കേട്ടോ. ഇങ്ങനത്തെ 2 ബോട്ടിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമുക്കൊരു 10-40 ലിറ്ററോളം വെള്ളം നമുക്ക് ശേഖരിക്കാൻ പറ്റും. പിന്നെ ഉള്ളത് ഇതുപോലത്തെ 2 പെട്ടിയാണ് കേട്ടോ. ഈ പെട്ടി അതിൻ്റെ ഉള്ളിൽ നല്ലപോലെ ഒതുക്കി വെച്ചതിന് ശേഷം സാധനങ്ങൾ ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കണേ. ഒരു ഇതിൽ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളും ഷൂവും കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. ഇതിൽ പിന്നെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നെ ഉള്ളത് അരിയും സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റിയൊരിത്. പിന്നെ സബ് മസ്റ്റാണ്, അത് കൊടുത്തിട്ടുണ്ട്. അതിലാണ് ടൈല് കയറിയിട്ട് നമുക്ക് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയത്. അങ്ങനെ അതിൻ്റെ വയറും കാര്യങ്ങളൊക്കെ കട്ടാണ്. അങ്ങനെ ഇപ്പോൾ അവിടെ കിടക്കുകയാണ്. പിന്നെ ഉള്ള സാധനങ്ങൾ ഇതാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ കുപ്പി കാര്യങ്ങളൊക്കെ അതാ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് ഉള്ള അവസ്ഥ. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ സീറ്റ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടെന്നുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഉണ്ടാ. ഇനി ഇവിടെ നമ്മൾക്ക് സ്റ്റെപ്പിന് കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് സെറ്റാക്കി കഴിഞ്ഞാൽ അത് ഞാൻ കാണിച്ചു തരാം വെക്കുമ്പോൾ. പിന്നെ ഉള്ള സാധനങ്ങൾ ഇതൊക്കെ ഉണ്ടാ. കരിയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ അവസ്ഥ. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ട്രാവലിങ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറഞ്ഞിട്ടാ. നമ്മൾ ഫണ്ട് കണ്ടെത്തൽ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരട്ടാ. ഇതുപോലെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങളും കാര്യങ്ങളൊക്കെ എടുക്കും. പിന്നെ ഇതുപോലെ നമ്മൾ പല ഏരിയയിലും ഇങ്ങനെ വെച്ചുകൊണ്ട് വിൽക്കട്ടെ ചെയ്യുക. ബീച്ച് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവിടെയൊക്കെ ഇതുപോലെ വെച്ചുകൊണ്ട് വിറ്റ് കഴിഞ്ഞാൽ പ്രശ്നമില്ല കേട്ടോ. അവിടെ ഈച്ചുണ്ട്, ഈച്ചൻ്റെ പ്രശ്നം. ഇനി നമ്മൾ ചില്ലും കൂട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ നോക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഫണ്ട് കാര്യങ്ങളൊക്കെ കണ്ടെത്തി എൻജോയ് ചെയ്യിക്കാണ്ട് യാത്ര ചെയ്യുന്നത് കേട്ടോ. ജെസ്സി ഇത് അവിടെ നിൽക്കണേ. ജെസ്സി ഹെൽപ്പ് ചെയ്യണോണ്ട് കേട്ടോ നമ്മൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കണേ. കാരണം ഞാൻ എന്തെങ്കിലുമൊക്കെ പരിപാടി ആണ്ടോടൊക്കെ തിരിയുമ്പോൾ ഓളിവിടെ നിന്നുകൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ എനിക്ക് വലിയ ഹെൽപ്പാണ്. ഇപ്പോൾ 4 ദിവസമായിട്ടുള്ളൂ കേട്ടോ നമ്മൾ ഈ ഒരു പരിപാടി തുടങ്ങിയിട്ട്. ഇതുവരെ നമുക്ക് വരുന്ന ഒരു 500-600 രൂപ ഡെയിലി വന്നിരുന്നതാണ്. ആ വരവിൽ നിന്നാണ് നമ്മൾ ചിലവ് കഴിഞ്ഞ് പോയിരുന്നത്. ഇപ്പോൾ നമുക്ക് ഇതും കൂടി ആയപ്പോൾ ഒന്നും കൂടിയും ഹാപ്പി ആയി. ഇവരൊക്കെ പോണ്ടിച്ചേരി ഭാഗത്തേക്കുള്ള ആൾക്കാരട്ടോ. അവരൊക്കെ ഭയങ്കര കമ്പനിയായിരുന്നു. ഇവിടെ 4 ദിവസമായി നമ്മൾ. അങ്ങനെ നമുക്ക് ഇതുപോലെ വെള്ളം വരും കേട്ടോ. വെള്ളം വന്ന് ക്യാനിൽ മേടിച്ചിട്ടുണ്ട്. 20 രൂപ കേട്ടോ വെള്ളത്തിന് വരുന്നത്. 40 രൂപ ആയിട്ടുണ്ട് കേട്ടോ. ആദ്യമായിട്ട് നമ്മൾ 2 കുപ്പി വെച്ചിട്ട് 2 സൈഡിൽ ഞാൻ ഓരോന്നോരോന്നും ഇങ്ങനെ ഒരുക്കുകയാണ്. സാധനങ്ങളിങ്ങനെ ഓരോന്ന് ഒരുക്കി കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് കണ്ടത്. ചിലങ്ക കെട്ടിയിട്ട് കുതിരനെ സെറ്റാക്കുന്നുണ്ട് കേട്ടോ. അതിനെ പരിശീലിപ്പിക്കുകയാണ്. ഇതൊക്കെയാണ് കറക്റ്റായിട്ടത് പോകുന്നേ. അയ്യോ അവിടെയൊക്കെയാണ് നിൽക്കണേ. അതേട്ടോ 2 കാലിലാണ് നടക്കണേ. പറഞ്ഞത് കറക്റ്റ് കേൾക്കണുണ്ട് കേട്ടോ. ബൂ പറയാൻ പറഞ്ഞപ്പോൾ ബൂ പറയാ, കാല് പൊന്തിക്കാൻ പറയുമ്പോൾ കാല് പൊന്തിക്കുക. അടിപൊളി. ലാസ്റ്റ് നമ്മൾ ഇതുപോലെ ഉണ്ട് ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ മീൻപെട്ടി കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ട് മൊത്തത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ ബെഡ് മാതിരി ആക്കൽ ഇങ്ങനെ കേട്ടോ. ഇതൊക്കെയാണ് അടിയിൽ നമ്മൾ സാധനങ്ങൾ മൊത്തം കയറ്റി മെട്രസും കാര്യങ്ങളൊക്കെ കൊടുത്തപ്പോൾ ഇവിടെ ഒതുങ്ങിയത് കിട്ടി. പിന്നെ വെള്ള ബോട്ടിലാത്താ കാണുന്നത്. ഈ സൈഡിലാണെങ്കിൽ നമ്മൾ വെള്ള ബോട്ടിലാണ് കാണുന്നത്. ബാഗുകൾ തട്ടാ അതിന് മേലെ ഇത് വെച്ചിരിക്കണേ. പിന്നെ മാട്രസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ട് അത് സെറ്റാക്കി. അങ്ങനെ നമ്മൾ നെല്ലൂർ ടൗണിലേക്ക് പോകുന്നതാണ് കേട്ടോ. കേട്ടോ ബസ്റ്റാണ്ടൊക്കെയാണ് ഈ വണ്ടിയുടെ മുന്നിൽ ചാരിട്ടിരിക്കണേ. ഇപ്പോൾ കൊടുത്തിട്ട് ഓവർടേക്ക് ചെയ്താണ്. ഇപ്പോൾ നമ്മൾ മെയിൻ റോഡിലേക്ക് കയറി കേട്ടോ. നമ്മളെ ഓവർടേക്ക് ചെയ്തിട്ടാണ് നമ്മളെ മുന്നിൽ കൊടുക്കാണ്ട് വന്നിട്ടില്ല. ഇതിലൊക്കെ എത്രയോ പേരാണ് നമ്മളെ ഡ്രൈവർമാർക്ക്. ക്ഷമിക്കല്ലാതെ വേറെ ഒരു മാർഗ്ഗമില്ല. നമ്മുടെ നാടല്ലല്ലോ.